തേർഡ് ഇയർ എത്തിയ പിന്നെ കറക്റ്റ് 9 മണിക്ക് ക്ലാസ്സിൽ കയറില്ലേ ഇല്ല. അഥവാ കോളേജിൽ എത്തിയാൽ തന്നെ എല്ലായിടത്തും ഒന്നും കറങ്ങി ഇല്ലാത്ത ദാഹം ഉണ്ടാക്കി വെള്ളം കുടിച്ചിട്ടല്ലായിട്ടേ ഞങ്ങൾ ക്ലാസ്സിൽ പോയില്ല. ഇന്ന് പിന്നെ ഒരു 3 പീരീഡ് ക്ലാസ്സിലിരുന്നു. പിന്നെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു കോളേജിൽ. അപ്പോൾ പിന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയപ്പോൾ അല്ലേ കാര്യം മനസ്സിലായത്. കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു ജിമ്മ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യം പറയാനും ചെറിയ ചലഞ്ചിലായിട്ടാണ് അവർ വന്നിട്ടുണ്ടായത്. പുഷപ്പ് ചലഞ്ചാന്ന് വെച്ചിട്ടുണ്ടായത്. ഗേൾസിനും ബോയ്സിനും ഉണ്ടായിരുന്നു. ഗേൾസിലാരും പോയിച്ചാ. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ട് എത്തിയപ്പോൾ മത്തിയെല്ലാം പൊരിക്കാനിട്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് എല്ലാവരും പുഷപ്പ് എടുക്കുന്നുണ്ടായി. എന്നാലും കുറച്ച് സമയം അവർ പിടിച്ചു നിന്നിട്ടുണ്ടായി. ഗേൾസിൻ്റെ സ്കിപ്പിംഗ് ചാലഞ്ചിന് വിളിച്ചപ്പോൾ അതാ ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് ഇയാൾ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ റൗണ്ടിൽ ഞാനും ഏതൊരു ജൂനിയറാണ് മത്സരിച്ചിട്ടുണ്ടായത്. അതിൽ ഞാൻ ജയിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് കഴിഞ്ഞിട്ടുണ്ടാവുന്നത്. പിന്നീടാണ് അതിൻ്റെ പിറകിലുള്ള ആ ചതി ഞാൻ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എങ്ങനെ 3 റൗണ്ടായിട്ടുണ്ടെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് മോട്ടിവേഷൻ തന്നെ പറഞ്ഞു വിട്ടത് ഇവരാണ്. ഇവരെ മോട്ടിവേറ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ നാണക്കേട് കാരണം പോയിട്ടുമില്ല. ഫസ്റ്റും സെക്കൻഡും മത്സരിച്ച ശേഷം കുറച്ച് റെസ്റ്റ് വന്നിട്ടുണ്ടായി. അതിൻ്റെ ഇടയിൽ വേറെ എന്തോ മത്സരം കൂടി അവർ വെച്ചിട്ടുണ്ടായി. 3ാമത്തെ റൗണ്ടിൽ ഞാൻ എന്തായാലും പോകുമെന്ന് വിചാരിച്ചു. ഒരുമാതിരി വേദനയായിരുന്നു കാലെല്ലാം. പക്ഷെ 3ാമത് മത്സരിച്ചപ്പോഴും എനിക്ക് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായത്. ഇതിൻ്റെ ഭാഗമായിട്ട് അവർ എനിക്കൊരു കുപ്പിയും ഒരു ഫ്രീ വൗച്ചറും 1 മാസം ഫ്രീ ആയിട്ട് ജിമ്മിന് പോകാമെന്ന് പറഞ്ഞു.